സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞാൻ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സാധാരണ അമ്മയല്ലേ ഇൻട്രോ പറയാറ്. ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞാനാണ് ഇൻട്രോ പറയുന്നത്. ഇന്ന് എൻ്റെ ആനുവൽ ഡേ ആണ്. എല്ലാവർക്കും വള്ളംകളിയും മഞ്ചിപ്പാട്ടും ഒക്കെ ഇഷ്ടമല്ലേ? അതിനുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളൊരു ഡാൻസാണ്. അപ്പം ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം. ബൈ. ഇന്ന് കുഞ്ഞൻ്റെ സ്കൂളിലെ 31st ആനുവൽ ഡേ ആണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേട്ടോ ആനുവൽ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. മേക്കപ്പിനും ഡ്രസ്സിങ്ങിനൊക്കെ ആയിട്ട് 10 മണിക്കാണ് സ്കൂളിൽ റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനൊക്കെ സഹായിക്കാനായി ഞാനും ഓൾക്കൊപ്പം പോയി. ചെന്നപ്പോൾ തന്നെ അവിടെ ഡാൻസ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ ലഞ്ചൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ബ്ലാക്ക് സ്കേർട്ടും ബ്ലാക്ക് ക്രോപ്പ് ടോപ്പും പിന്നെ ഒരു പാകിസ്ഥാനി ഷോളും ആയിരുന്നു കോസ്റ്റ്യൂം തയ്പ്പിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടം തോന്നിയിരുന്നില്ല. പക്ഷേ എല്ലാം ചെയ്ത് വന്നപ്പോൾ ഓവറോൾ ലുക്ക് അടിപൊളിയായിരുന്നു. കേരളത്തിലെ 14 ജില്ലകളാണ് ലോവർ പ്രൈമറി കുട്ടികൾക്കുള്ള തീം. മോളുടെ ക്ലാസ്സിന് ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണ് ഓഡിറ്റോറിയം. അപ്പോൾ ഇവരെ സ്കൂൾ ബസ്സിലാണ് ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരെ പറഞ്ഞയച്ചതിന് ശേഷം ഞങ്ങൾ നടന്നിട്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, നല്ല വിശക്കുന്നുണ്ട്. ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും ഒരു സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം മേടിച്ച് കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ തലവേദന എടുത്ത് ഒരു വഴിക്കെത്തും. ഒരു വെള്ളവും കുടിച്ചിട്ടില്ല, ഭക്ഷണവും കഴിച്ചിട്ടില്ല. അപ്പോൾ രാവിലെ കുറച്ച് എന്തൊക്കെയോ കഴിച്ച് ഓടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി നേരെ പോയിട്ട് എനിക്ക് ഫുഡൊക്കെ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകണം. അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവർ ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുള്ള കാരണം ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും നടന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഇവരെ പറഞ്ഞതിന് ശേഷം ഞങ്ങളും പിന്നെ കുറച്ച് പാരൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ച് നേരെ ഇവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഇവരവിടെ ഇങ്ങനെ ഓഡിറ്റോറിയത്തിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ 3ാമത്തെ ഡാൻസ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവിടെ വേറെ പിള്ളേരുടെ ഡാൻസും വെൽക്കം ഡാൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ ഡാൻസൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. Explore Gotham country, Kerala. Sure sir, I am here to help you. Kerala is a land of diverse landscapes, rich cultures and
ഡാൻസ് കഴിഞ്ഞ് പിള്ളേർക്കൊരു ലൈമും വടയൊക്കെ കൊടുത്തിട്ടുണ്ട്. അവൾക്ക് പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ വേണ്ടത്. അവൾക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. താഴെ കൗണ്ടറിൽ ഐസ്ക്രീം, ബിരിയാണി, സാൻഡ്വിച്ചൊക്കെ കിട്ടുന്നതാണ്. ഇന്നിപ്പോൾ ഐസ്ക്രീം മാത്രമേ വന്നിട്ടുള്ളൂ. ഹൈസ്കൂൾ പിള്ളേരുടെ പരിപാടി 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോഴേ ഐറ്റംസൊക്കെ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ താഴത്ത് പോയിട്ട് അവൾക്കൊരു മാംഗോ ബാർ മേടിച്ചു കൊടുത്തു. അപ്പം ഞങ്ങൾ രാവിലെ വന്നതാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് വിച്ച് പിടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ആനുവൽ ഡേ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ, ലവ് യു ഓൾ, താങ്ക് യു സോ മച്ച്.